ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 4-ാം തീയതി തിരുസഭ ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ചുള്ള ചിന്തകളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ദിവ്യകാരുണ്യ ഭക്തിയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ പരതുമ്പോൾ നമുക്ക് കാണുന്ന ചിത്രങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് വിശുദ്ധ ജോൺ മരിയ വിയാനി ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്നതാണ്. ഒരു ഇടവകയെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ കായികമായിട്ടുള്ള അധ്വാനമൊന്നുമായിരുന്നില്ല, മറിച്ച് ഈശോയുടെ സന്നിധിയിൽ മറിയത്തെ പോലെ ഇരുന്നു എന്നുള്ളതാണ്. മറിയത്തെ പോലെ ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടപ്പോഴാണ് ഒരു ഇടവക നവീകരിക്കപ്പെടുന്നത്. എന്നെയും സ്വാധീനിച്ചത് ഈ ഒരു ചിന്ത തന്നെയാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഈശോയോടുകൂടെ ആയിരിക്കുവാനുമായിട്ട് പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് പതിവ്. എങ്കിൽ കൂടിയും ആ ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനായിട്ടുള്ളൊരു ആഗ്രഹമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. മറ്റ് എന്തൊക്കെ തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ നമ്മൾ ഇടവകയെയോ മറ്റുള്ളവരെയോ സ്വാധീനിക്കുവാനായിട്ട് പരിശ്രമിച്ചാൽ അതിനെയൊക്കെ അതിലംഘിക്കുന്ന വലിയ സ്വാധീനം ഈശോയുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തോടുകൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ ഈശോ മാറ്റി അത് അനുഗ്രഹമാക്കി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിനാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ആ അസാധാരണമായ ദിവ്യകാരുണ്യ ഭക്തി നമ്മളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥം അതിന് നമ്മളെ സഹായിക്കട്ടെ.